ചികിത്സാ പിഴവിനെ തുടർന്ന് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയെന്ന പരാതിയിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കുട്ടിയെ ചികിത്സിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും കുട്ടിയുടെ ബന്ധുക്കളുടെയും മൊഴിയെടുക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരിൽ നിന്നും സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സാജിദ അജ്മലാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സാജിദ, ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് എന്തൊക്കെ നടപടിയിലേക്കാണ് കടന്നിട്ടുള്ളത്? ഇന്ന് തന്നെ മൊഴിയെടുക്കുന്ന കാര്യങ്ങൾ പോലെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയാണോ? ദിവ്യ, സൈഫുദ്ദീൻ, വളരെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം തന്നെയാണ് ഇന്നലെ പുറത്ത് വന്നത്. അതായത് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടി ഈ കളിക്കുന്നതിനിടെ വീണ് കൈയൊടിയുന്നു. പിന്നീട് ഈ കൈ പഴുത്ത് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ട ഒരു സംഭവമാണ് ഉണ്ടായത്. നിലവിൽ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ തന്നെ ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരുടെ സംഘം ഫോൺ വഴി കുട്ടിയെ നിലവിൽ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരിൽ നിന്ന് ഈ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ കുട്ടികളുടെ ബന്ധുക്കളുടെ മൊഴി കൂടി എടുക്കും. കുട്ടികളുടെ അച്ഛനും അമ്മയും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കുട്ടിയുടെ മുത്തച്ഛനും മുത്തശ്ശിയും ഉള്ളത് പാലക്കാട് പല്ലശ്ശേനയിലാണ്. ഇവരുടെ എല്ലാം തന്നെ മൊഴിയെടുക്കും. ഇത് കൂടാതെ ഈ ആരോപണ വിധേയമായി നിൽക്കുന്ന കുട്ടിയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ ഈ മൊഴിയെടുക്കും. തുടർന്നാണ് ഈ തുടർ നടപടികളിലേക്ക് കടക്കുക. ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച് പലപ്പോഴും ഡോക്ടർമാർക്കെതിരെ കാര്യമായ നടപടികളിലേക്കൊന്നും പോകാറില്ല. ഇന്നലെ DMOയുടെ ഒരു പ്രാഥമിക റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് പ്രകാരവും ആവശ്യമായ ചികിത്സ എല്ലാം തന്നെ കുട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ശാസ്ത്രീയവും ആധുനികവുമായ എല്ലാ ചികിത്സയും നൽകി എന്നുള്ളതാണ് DMOയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഇനി ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം എന്തുകൊണ്ടാണ് ഈ കുട്ടിയുടെ കൈയിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞത് എന്നത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തും. ഈ കുട്ടിയുടെ കൈയിൻ്റെ ബാൻഡേജ് വളരെ മുറുക്കി കെട്ടിയത് കൊണ്ട് തന്നെ അങ്ങോട്ടുള്ള രക്തപ്രവാഹം നിലച്ചതാണ് എന്നുള്ളൊരു ആരോപണമാണ് പ്രധാനമായും ഉള്ളത്. ഇതിങ്ങനെ തന്നെ സംഭവിച്ചതാണോ എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തേണ്ടത്. കാരണം ഈ കുട്ടിക്ക് കടുത്ത വേദന വന്നതിനെ തുടർന്ന് പിന്നീട് വീണ്ടും ആശുപത്രിയിലേക്ക് പോയപ്പോൾ കൈയിൻ്റെ എല്ല് പൊട്ടിയാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന വേദന എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നീട് ഈ കൈ ചീഞ്ഞതിനെ തുടർന്ന് വലിയ ദുർഗന്ധം രൂപപ്പെട്ടതിനെ തുടർന്നാണ് പിന്നീട് ആശുപത്രിയിലേക്ക് പോകുന്നത്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴാണ് ഈ കുട്ടിയുടെ എല്ലിലേക്ക് ഉൾപ്പെടെ ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തുകയും വളരെ പെട്ടെന്ന് ഈ വലത് കൈയുടെ ഈ മുട്ടിന് താഴെ മുറിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ കുട്ടിക്ക് കൂടുതൽ ഈ പഴുപ്പ് മുകളിലേക്ക് കയറുമെന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടർമാർ പറയുന്ന ഒരു കാര്യം. ഈ കുട്ടി തൻ്റെ കൈ എവിടെയെന്ന് ചോദിച്ച് കരയുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ പറയുന്നത്. എന്തായാലും ഈ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം കൂടാതെ പോലീസ് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബം ഇന്ന് പോലീസിന് പരാതി നൽകാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. വിവിധ സംഘടനകൾ DMO ഓഫീസിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും മാർച്ചും പ്രഖ്യാപിച്ചിട്ടുണ്ട്.